ഹായ് ഓൾ, MS എക്സലിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്പർ ഫോർമാറ്റിംഗ് ആണ്. ഞാൻ ഇവിടെ കറൻസി എന്ന ടൈറ്റിലിന്റെ അണ്ടറിൽ കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട കൺട്രിയുടെ കറൻസിയുടെ സിമ്പിൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് സെൽസ് എടുത്തു. ഇതിൽ നമ്പർ എന്ന കാറ്റഗറിയുടെ അണ്ടറിൽ കറൻസി സെലക്ട് ചെയ്തു. സിമ്പിൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഡോളറിന്റെ ആണ്, US ഡോളറിന്റെ ആണ്. നോക്കാം നമുക്ക്. അതുപോലെ തന്നെ എത്ര ഡെസിമൽ പ്ലേസ് ആഡ് ചെയ്യണമെന്നും കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ആണ് അവിടെ ഓപ്ഷൻ കൊടുത്താക്കുന്നത്. ഇതുപോലെ ഇവിടെ ഏത് ഫോർമാറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഫോർമാറ്റും ഞാൻ കൊടുത്തു. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഡോളറിന്റെ സിമ്പിൾ വന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡോളറിന്റെ സിമ്പിൾ വന്നു. നമുക്ക് താഴെയുള്ളതിന് ഇന്ത്യൻ റുപ്പിയുടെ കൊടുത്തു നോക്കാം. സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫോർമാറ്റ് സെൽസ് എടുക്കുന്നു, കറൻസി സെലക്ട് ചെയ്യുന്നു. സിമ്പിൾ ഓൾറെഡി ഇവിടെ റുപ്പീസ് ആയി ഡീഫോൾട്ട് ആയി കിടക്കുന്നുണ്ട്. ഡെസിമൽ പ്ലേസ് 2 തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. വേണ്ട ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. റുപ്പീസിന്റെ സിമ്പിൾ വന്നു. ഇനി ഇവിടെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫോർമാറ്റ് സെൽസ് കൊടുക്കുന്നു. നമ്പർ എന്ന കാറ്റഗറിയുടെ താഴെ കറൻസി സെലക്ട് ചെയ്യുന്നു. ഞാൻ ബിറ്റ് കോയിൻ ആണ് കൊടുക്കാൻ പോകുന്നത്. ബിറ്റ് കോയിൻ ഡെസിമൽ പ്ലേസ് 6 ആണ്, അത് ഞാൻ 2 ആയി കൊടുക്കാൻ പോവാണ്. വേണ്ട ഫോർമാറ്റ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ബിറ്റ് കോയിന്റെ സിമ്പിൾ വന്നു. താങ്ക് യു.